ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചെസ്സിലെ ഏറ്റവും തന്ത്രശാലി ആരാണ്. ലോഗോ പ്ലീസ്. ചെസ്സിലെ ഏറ്റവും തന്ത്രശാലിയായ കരുവാണ് നൈറ്റ് അഥവാ ഹോഴ്സ്, കുതിര. നൈറ്റ് എന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ് എഴുത്ത്. അതിൻ്റെ ആദ്യാക്ഷരം കെ ആണെങ്കിലും ആ ലെറ്റർ നാം പരമപ്രധാനമായ കിങ്ങിന് നൽകിയതിനാൽ അടുത്ത ലെറ്ററായ എൻ ആണ് ഈ കുതിരയ്ക്ക് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. ചെസ് ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷിലായതിനാൽ ആഴത്തിലുള്ള അറിവ് നേടിയെടുക്കാൻ ഇംഗ്ലീഷ് ചെസ് പദാവലി ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. 3 പോയിൻ്റ് കൽപ്പിച്ച് നൽകിയ ഒരു മൈനർ പീസാണ് കുതിര. ആരംഭഘട്ടത്തിൽ റൂക്കിൻ്റെയും ബിഷപ്പിൻ്റെയും ഇടയിലുള്ള കളത്തിലാണ് നൈറ്റ് നിലയുറപ്പിക്കുന്നത്. 2 വീതം നൈറ്റുകൾ വെള്ളയ്ക്കും കറുപ്പിനും B1, G1, B8, G8 എന്നീ കളങ്ങളിൽ ഉണ്ടാവും. ചെസ്സിൽ നമ്മുടെ ബുദ്ധിശക്തിയെ ഏറ്റവും അധികം ഉത്തേജിപ്പിക്കുന്ന പീസാണ് നൈറ്റ്. ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള നൈറ്റ് 8 കളങ്ങളിൽ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ 8 ഡയമെൻഷനിൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള പ്രാപ്തി കുതിരക്കളിയിൽ അഗ്രഗണ്യരായിട്ടുള്ള കളിക്കാർക്ക് ഉണ്ടാകുന്നു. രാജ്ഞിയും കുതിരയും ഒന്നിച്ച് വളരെ മികച്ച അറ്റാക്കിംഗ് കോമ്പിനേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് പലപ്പോഴും. നൈറ്റിനും ബിഷപ്പിനും ഒരേ പോയിൻ്റാണ് നമ്മൾ കൽപ്പിച്ച് നൽകിയിട്ടുള്ളതെങ്കിലും സാധാരണഗതിയിൽ ബിഷപ്പിനാണ് അല്പം മുൻതൂക്കം. എങ്കിലും അതിന് എക്സെപ്ഷൻ ആയിട്ടുള്ള പൊസിഷനുകളും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ആക്രമണം നടത്താൻ പറ്റാത്ത ക്ലോസ്ഡ് പൊസിഷനുകളിൽ നൈറ്റാണ് ബിഷപ്പിനേക്കാൾ ഉപയോഗപ്രദം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ബിഷപ്പ് ഉപയോഗിച്ച എതിരാളിയുടെ നൈറ്റ് വെട്ടിയെടുക്കുകയും നമ്മുടെ നൈറ്റിനെ നല്ലൊരു സെൻട്രൽ സ്ക്വയറിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്താൽ അത് നമുക്ക് തരക്കേടില്ലാത്ത മുൻതൂക്കം നൽകും. ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. അറിവിൻ്റെ ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രസൻറ്റേഷൻ ഒന്നും കൂടി മികച്ചതാക്കാൻ ഞാൻ കൂടുതൽ ശ്രമിക്കുന്നതാണ്. നമസ്കാരം.